ഈ ശക്തമായ ജനരോഷത്തിൻ്റെ ആ കൊടുങ്കാറ്റിൻ്റെ ശക്തിയിൽ ഇന്നത്തെ പോളിംഗ് കഴിയുമ്പോൾ ഇടതുമുന്നണി തകരും, BJP തരിപ്പണമാകും. 20 സീറ്റിലും UDF സ്ഥാനാർത്ഥികൾ 4 പുരുഷരോട് ജയിക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാം തികഞ്ഞ ആത്മവിശ്വാസം. ഇത്രേ ഉള്ളൂ. ബിജെപിയുടെ നേതാവ് പോയി EP ജയരാജനുമായി കൂടിക്കാഴ്ച അത്തരം ചർച്ചകളൊക്കെ വേണ്ടേ ഇനി അസനുള്ള പറയാനുള്ളൂ ഇല്ലേ? അസൽ ഇല്ല, അതൊക്കെ അസൽ സംസാരിക്കട്ടെ. ഞാൻ പറയാനുള്ള പറഞ്ഞു. 20 സീറ്റിലും ജയിക്കും എന്നുള്ളതാണ് എല്ലാ സീറ്റിലും UDF ജയിക്കും, എല്ലാ സീറ്റിലും LDF തകരും, എല്ലാ സീറ്റിലും BJP തരിപ്പണമാകും. ഞാൻ പറയാനുള്ള പറഞ്ഞു, അപ്പുറത്തില്ല. ഈ അസംബ്ലി സംസാരിക്കാനുണ്ട്. ആ ഒരു വാചകം മാത്രമേ AK ആന്റണിക്ക് പറയാനുള്ളൂ. ബാക്കി KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് MM ഹസൻ പറയട്ടെ എന്നുള്ളതാണ്. അതെ, AK ആന്റണി ഇനി കൂടുതൽ ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മകനെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ കൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, UDF എല്ലാ സീറ്റിലും ജയിക്കും, എല്ലാ സീറ്റിലും LDF തകരും, എല്ലാ സീറ്റിലും BJP തകർന്ന് തരിപ്പണമാകും. ആ രീതിയിലാണ് അത് വളരെ കൃത്യമായ ഷാർപ്പായിട്ട് ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞ വാചകങ്ങളാണ്. തീർച്ചയായിട്ടും അതെ. മകൻ NDA സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും BJP എല്ലാ സീറ്റിലും തകർന്ന് തരിപ്പണമാകും എന്നാണ് AK ആന്റണി പ്രതികരിച്ചിരിക്കുന്നത്. കേരളം വിധി എഴുതുകയാണ്. AK ആന്റണിയും കുടുംബവും MM ഹസനും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതിന് ശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് തുടരുകയാണ്. 16% മുകളിലായിരിക്കുന്നു. 10:05 കണക്ക് അനുസരിച്ച്, 10 മിനിറ്റ് മുമ്പുള്ള കണക്കനുസരിച്ച് 16% പോളിംഗ്. പാലക്കാട് 16.62% പോളിംഗ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പൊന്നാനിയിൽ അത് 13.84 ആണ്. മറ്റ് ഇടങ്ങളിലും കനത്ത നിലയിലുള്ള പോളിംഗ് തന്നെ നടക്കുന്നു എന്ന് പറയാം. മലപ്പുറത്ത് ഇതിനോടകം തന്നെ 14.98% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. സംസ്ഥാനത്താകെ 16%. വയനാട്ടിൽ 16.50 ഏറ്റവും ഒടുവിലത്തെ കണക്ക്. 10:05 വരെയുള്ള കണക്കാണ്. വടകരയിൽ 14.72 ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയവരുടെ ശതമാനം. വളരെ ശക്തമായ ഇലക്ഷൻ നടക്കുന്ന വടകരയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും പോളിംഗ് ഇതുവരെ വന്നിട്ടില്ല. 15.45% പേർ കോഴിക്കോട്ട് വോട്ട് രേഖപ്പെടുത്തി. കണ്ണൂരിൽ 16.29 എന്ന വിധത്തിലേക്ക് കുറച്ചുകൂടി ഉയർന്ന പോളിംഗ് ശതമാനം. സംസ്ഥാന ശരാശരിയുടെ അത്രയും പോളിംഗ് ഇതുവരെ വടകരയിൽ നടന്നിട്ടില്ല. പക്ഷെ വയനാട്ടിൽ സംസ്ഥാന ശരാശരിയേക്കാൾ അല്പം മുകളിലാണ്. 15.42 കാസർകോട്ടെ ഇതുവരെയുള്ള പോളിംഗ് ശതമാനം. തിരുവനന്തപുരത്ത് 16.4 എന്നുള്ളത് കൗതുകമുള്ള കണക്കാണ്. കാരണം എപ്പോഴും നമ്മൾ ഈ പട്ടികയിൽ ഏറ്റവും ഒടുവിൽ ഉള്ളത് തിരുവനന്തപുരം, എറണാകുളം ഒക്കെയാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തുന്ന മണ്ഡലങ്ങൾ. ആറ്റിങ്ങലിൽ നോക്കൂ, 17.49 അതായത് ആറ്റിങ്ങലിൽ ത്രികോണ മത്സരം ശരിക്കും ഗ്രൗണ്ടിൽ പ്രതിഫലിക്കുന്നുണ്ട്. അത് പോളിംഗിലും വ്യക്തമാണ്. ആറ്റിങ്ങൽ കുതിച്ചുയരുകയാണ് പോളിംഗ് കണക്ക്. കൊല്ലത്ത് 15.5% മുകളിലാണ്. പത്തനംതിട്ടയിൽ 16.43 ഉണ്ട്. പത്തനംതിട്ടയുടെ നില വെച്ചാൽ ഇത് ഉയർന്ന പോളിംഗ് ആണ്. ആദ്യത്തെ മണിക്കൂറുകളിലുള്ള ഉയർന്ന പോളിംഗ്.